ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ എക്സാം ഒക്കെ ആവാൻ പോവാണ്. അപ്പൊ സോഷ്യലിൽ എക്സാം വരുവാൻ പോവാണ്. അപ്പൊ നമുക്ക് സോഷ്യലിൽ ജസ്റ്റ് ഒരു 2-3 പാഠത്തിന്റെ റിവിഷൻ മാത്രം നമുക്ക് ചെയ്യാം. ഓരോ പാർട്ടായിട്ട് ഇടുക. അപ്പൊ നമുക്ക് കുറച്ച് റിവിഷൻ ചെയ്യാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക്. അപ്പൊ നോക്കൂ, ഞാൻ ആദ്യം തന്നെ നമുക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടി 10th chapter വണ്ടേഴ്സ് ഇൻ ദി സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദി എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പാഠമാണ്. അതായത് നമ്മൾ ലാസ്റ്റ് പഠനത്തിന് തൊട്ട് മുമ്പ് ലോ ആൻഡ് സൊസൈറ്റിയും തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച പാഠാണിത്. അപ്പൊ നമുക്ക് എന്തായാലും ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, റിവിഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പാഠമായിട്ട് ഞാനിങ്ങനെ ഓരോ പേജ് ഇതിനിപ്പോ തുടക്കമൊന്നും വായിച്ച അങ്ങനെ ഞാൻ വായിച്ചിരുന്നില്ല. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ റിവിഷൻ എന്ന് പറയാൻ വേണ്ടിട്ട് പറ്റുള്ള. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ പഠിക്കേണ്ട ഒരു സംഭവമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, സ്റ്റാർസ്. അതാണ് സ്റ്റാർസ്. ഫസ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് സ്റ്റാർസിനെ കുറിച്ചാണ്. എന്താണ്? നക്ഷത്രങ്ങളെ കുറിച്ചാണ്. Stars are giant celestial bodies that are luminescent. They emit large amount of heat and light. Sun is a star. എന്താണ്? നല്ല ജയന്റ് ആയിട്ടുള്ള വലിയ സെലസ്ഷ്യൽ ബോഡി ആണ് എന്ത് സ്റ്റാർ എന്ന് പറയുന്നത്. ദാറ്റ് ആർ ലൂമിനസെന്റ്, അതായത് തിളങ്ങുന്നത്. They emit large amount of heat and light. അവരെന്ത് ചെയ്യുന്നുണ്ട്? നല്ല ഹൈ എമൗണ്ട് ഓഫ് ലാർജ് എമൗണ്ട്, നല്ല എമൗണ്ടില് ഹീറ്റ്, അത് ചൂടും വെളിച്ചവും പുറപ്പെടുവിക്കുന്നുണ്ട്. സൺ ഈസ് എ സ്റ്റാർ. സൺ ഒരു സ്റ്റാർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ല. ഗാലക്സീസ് ആർ ക്ലസ്റ്റേഴ്സ് ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. എന്താണ് നമ്മൾ പറയുന്നത്? നമ്മുടെ ഗാലക്സി ഏതാണ്? നമ്മുടെ എർത്തും നമ്മുടെ സോളാർ സിസ്റ്റം ഒക്കെ നിൽക്കുന്ന ഗാലക്സി ഏതാണ്? അതെ, മിൽക്കി വേ ഗാലക്സി ആണ് നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത്. അപ്പം മിൽക്കി വേ ഗാലക്സി, അതുപോലത്തെ ഒരുപാട് ആൻഡ്രോമീഡ ഗാലക്സി, മിൽക്കി വേ ഗാലക്സി, അങ്ങനെ ഒരുപാട് ഗാലക്സീസ് ഉണ്ട് നമ്മുടെ ഈ വേൾഡിൽ. അപ്പം വേൾഡിലല്ല, സ്പേസിൽ. അപ്പൊ അങ്ങനെയുള്ള ഗാലക്സീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഗാലക്സീസ് ആർ ക്ലസ്റ്റേഴ്സ് ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. അതായത് കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന്, ബില്യൺ ട്രില്യൺ, അത്രക്ക് ഒരു ലോഡ് ഉണ്ടാവും. കാരണം നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത അത്രയും നക്ഷത്രങ്ങൾ, അത് സ്റ്റാർസ് ഒരു കൂട്ടമാണ് എന്ന് പറയുന്നത്. എന്താ ഗാലക്സി എന്ന് പറയുന്നത്? ഒരു ഗാലക്സിയിൽ ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്രക്കും എന്തുണ്ട്? സോളാർ സിസ്റ്റംസ് ഉണ്ട് ഒരു ഗാലക്സിയില്. ഓക്കെ, നമ്മുടെ ഗാലക്സി, മിൽക്കി വേ ഗാലക്സിയിൽ നമ്മുടെ സോളാർ സിസ്റ്റം മാത്രമല്ല, ഒരുപാട് സോളാർ സിസ്റ്റംസ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി തന്നെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗാലക്സീസ് ആണ് നമ്മുടെ സ്പേസിലുള്ളത്. ഓക്കെ, എന്ത് മായാജാലമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഫുള്ള് നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോക്കൂ, planets are celestial bodies that rotate themselves and revolve around suns. Planets എന്ന് പറയുന്നത് എന്താണ്? ഗ്രഹങ്ങൾ. എന്താണ്? celestial bodies that rotate themselves. അവര് തന്നെ കറങ്ങുകയും റൊട്ടേറ്റ് ചെയ്യുകയും അതുപോലെ സണ്ണിന്റെ ചുറ്റും ഭ്രമണവും പരിക്രമണവും ഉണ്ടാന്ന് തോന്നുന്നു, മലയാളം എനിക്കറിയില്ല. ഓക്കെ, റിവോൾവ് അറൗണ്ട് സൺ, സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതുമാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ്. എന്താണ് സ്റ്റാർസ്, എന്താണ് ഗാലക്സി, എന്താണ് പ്ലാനറ്റ്സ്? നമ്മൾ ഓൾറെഡി ടീച്ചേഴ്സ് നോട്ട്സ് തന്ന സംഭവമാണ്. നമ്മൾ ഒരുപാട് തവണ അത് റിവിഷൻ ചെയ്തിട്ടുണ്ടാവും, ക്ലാസ് ടെസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അത് അറിയുന്ന സാധനമാണ് അല്ലേ? ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആണല്ലേ? ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ ഇതിനെന്ന് പറയുന്നത്. കാരണം ഒരുപാട് നമുക്ക് പഠിപ്പിക്കേണ്ട, ഒരുപാട് നമ്മൾ ഫുള്ള് പാഠം പഠിക്കുമ്പോൾ വീണ്ടും ആദ്യം കൊണ്ട് പഠിക്കുമ്പോൾ ഒരു മടുപ്പുണ്ടാവല്ലോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. അടുത്ത നോക്കൂ, പ്ലാനറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ്. അപ്പൊ നമ്മള് പ്ലാനറ്റ്സ് ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അറിയില്ലേ ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റർൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ആൻഡ് പ്ലൂട്ടോ. പക്ഷേ പ്ലൂട്ടോ എന്ന് പറയുന്ന പ്ലാനറ്റ് ഇപ്പൊ ഉണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. പക്ഷെ പ്ലാനറ്റിൽ അത് കരുതുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അതിപ്പോ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആണ്. ബട്ട് ഇത് നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ
എന്തുകൊണ്ടാണ് ഗ്രാഫ് പ്ലാനറ്റ് ആയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം. ഇപ്പം എന്റെ വീട്ടിൽ എന്റെ ഫ്രണ്ട് അതിക്രമിച്ച് കയറി വരുന്നു. അതുപോലെ മറ്റുള്ള പ്ലാനറ്റിന്റെ, നെപ്റ്റ്യൂണിന്റെയും യുറാനസിന്റെ ഒക്കെ ഓർബിറ്റിൽ, പ്ലൂട്ടോന്റെ ഓർബിറ്റ് അല്ലാതെ മറ്റുള്ള പ്ലാനറ്റിന്റെ ഓർബിറ്റിൽ ചുറ്റുന്ന ഒരു രീതിയിൽ അത് മൂവ് ചെയ്തത് കൊണ്ടാണ് അതിനെ ഡ്വാർഫ് പ്ലാനറ്റ് കണക്കാക്കുന്നത്. എപ്പോ മുതൽ? പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആയിരുന്നു 2006 വരെ. 2006 വരെ പ്ലൂട്ടോ എന്തായിരുന്നു? പ്ലാനറ്റ് ആയിരുന്നു. എന്താണ് 2006 വരെ എന്തായിരുന്നു? പ്ലാനറ്റ് ആയിരുന്നു പ്ലൂട്ടോ. പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആയിരുന്നു. ബട്ട് നൗ പ്ലൂട്ടോ എന്തായി മാറി? ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആയി മാറി. ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്ലാനറ്റിന്റെ ആ ഒരു IAU, അതായത് IAU ഒരു ഫുൾ സൈസ് പ്ലാനറ്റിനെ കണക്കാക്കിയ രീതിയിലല്ല പ്ലൂട്ടോ മൂവ് ചെയ്തത്. അതുകൊണ്ടാണ് എന്തായത്? ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആയത് 2006 മുതൽ. ഓക്കെ, പ്ലാനറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ്. ഓരോ പ്ലാനറ്റും അതിന്റെ ഫീച്ചേഴ്സ്, അതായത് പ്രത്യേകതകളും നോക്കാലോ. മെർക്കുറിയുടെ പ്രത്യേകത എന്താണ്? ക്ലോസസ്റ്റ് ടു ദ സൺ. എന്താണ്? സണ്ണിന്, അതായത് സൂര്യനിലെ ഏറ്റവും അടുത്താണത്. സ്മോളസ്റ്റ് പ്ലാനറ്റ്, കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞു പ്ലാനറ്റ് എന്താണ്? മെർക്കുറി തന്നെയാണ്. നോ സാറ്റലൈറ്റ്, അതിനെന്തില്ല? സാറ്റലൈറ്റ് ഇല്ല. അടുത്തത് വീനസ്, ഹോട്ടസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും ചൂട് കൂടിയ പ്ലാനറ്റ്. അതെങ്ങനെ ശരിയാവും? മെർക്കുറി അല്ലേ സൂര്യന്റെ അടുത്ത്, രണ്ടാമതല്ലേ വീനസ് വരുന്നത്, പിന്നെ എവിടുന്ന് വരൂ അല്ലെ? അതായത് നമുക്ക് ഭൂമിക്ക് ഓസോൺ പാളി ഉള്ളതുപോലെ അതാണല്ലോ നമ്മൾ സൂര്യ വെളിച്ചം ഡയറക്റ്റ്, അല്ലെ സൂര്യന്റെ ചൂട് ഡയറക്റ്റ് അടിക്കുന്നതിൽ നിന്ന് നമുക്ക് ഇത് വരുന്നത്, തടവ് നൽകുന്നത് ഓസോൺ പാളികളാണ്. അതുപോലുള്ള ഒരു ഓസോൺ പാളി പോലെയുള്ള അറ്റ്മോസ്ഫിയർ എന്തിനുണ്ട്? മെർക്കുറിക്കുണ്ട്. ഈ മെർക്കുറിന്റെ ഈ ഒരു പാളികയാണ് എന്ത് ചെയ്യുന്നത്? മെർക്കുറിന് ചൂട് ഇല്ല എന്നല്ല, ബട്ട് ചൂട് അത്ര ഇല്ല. അതായത് വീനസിന്റെ അത്ര ചൂട് എന്തായാലും മെർക്കുറിക്കില്ല. കാരണം ആ ഒരു പാളി, ഓസോൺ പാളി പോലത്തെ ഒരു പാളി എന്തുണ്ട്? മെർക്കുറിക്കുണ്ട്. അതാണ് അതിന്റെ ഒരു സവിശേഷത. അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അത് എഴുതാത്തത് കേട്ടോ. ഹോട്ടസ്റ്റ് പ്ലാനറ്റ് എന്താണ്? ഏറ്റവും ചൂട് കൂടിയ പ്ലാനറ്റ്, നോൺ ആസ് മോർണിംഗ് ആൻഡ് ഈവനിങ് സ്റ്റാർ. എന്താണ്? മോർണിംഗ് ആൻഡ് ഈവനിങ് സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത്. രാവിലെയും വൈകുന്നേരവും ഉള്ള സ്റ്റാർ. നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾ നോക്കിക്കോ, സ്റ്റാർ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മിന്നി കളിക്കല്ലേ സ്റ്റാർ? മിന്നിക്കളിക്കുന്ന താരങ്ങൾ എന്നൊരു പാട്ടിൽ എന്താണ്? സ്റ്റാർസ് ഇങ്ങനെ മിന്നി ട്വിങ്കിൾ ചെയ്യുന്നുണ്ട്. ഈ ട്വിങ്കിൾ ചെയ്യുന്ന അല്ലാണ്ട് ഒരു സംഭവം നിങ്ങൾക്ക് അത് അമ്പിളിമാമൻ അല്ല, സ്റ്റാറിനെ പോലെ തന്നെ ട്വിങ്കിൾ ചെയ്യാത്ത ഒരു സംഭവത്തിന് നിങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? ആകാശത്ത് രാത്രി ആയാലും അതുപോലെ പുലർച്ചെ സമയത്തും കാണാൻ പറ്റും. അതായത് സൂര്യന്റെ വെളിച്ചം തട്ടുന്നതിന് മുമ്പും ശേഷവും ഒരു തട്ടാത്ത സമയത്ത്, അതായത് അധികം തട്ടാത്ത സമയത്ത് നല്ലേ നമുക്ക് സ്റ്റാർസിന് കാണാൻ പറ്റില്ല. അതുപോലെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത്? വീനസ്. അതാണ് വീനസ്. അത് സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യും, ബട്ട് പ്ലാനറ്റ്സ് എന്ത് ചെയ്യില്ല? ട്വിങ്കിൾ ചെയ്യില്ല. അതുപോലെ നിങ്ങൾക്ക് മാർസിനെ കാണുന്ന ആഗ്രഹമുണ്ട്, എപ്പോഴെങ്കിലൊക്കെ മാർസ് വരും കേട്ടോ. ഇന്നലെ മാർസും ജൂപ്പിറ്ററും യുറാനസും എല്ലാ 8 പ്ലാനറ്റ്സും എന്തായിട്ടുണ്ടായിരുന്നു? ആകാശത്ത് വിസിബിൾ ആയിരുന്നു. ഞാൻ പോയി നോക്കിയതാണ്, കണ്ടതാണ്. അപ്പം എന്താണ്? നിങ്ങൾക്ക് മാർസിനെ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതേപോലെ ട്വിങ്കിൾ ചെയ്യാത്ത ഒരു സ്റ്റാറിനെ തപ്പുക. ബട്ട് ആ സ്റ്റാർ എന്തായിരിക്കണം? റെഡ് കളറായിട്ട് നിങ്ങൾക്ക് കാണണം. അത് റെഡ് കളറിലായിരിക്കും നിങ്ങൾക്ക് അത് കാണാൻ പറ്റുക. എന്തിനെ? മാർസിനെ. ഓക്കെ. ബട്ട് വീനസ് എന്ന് പറയുന്നത് ട്വിങ്കിൾ ചെയ്യില്ല, നല്ല ബ്രൈറ്റ് കളറിൽ നിങ്ങൾക്ക് സൂര്യന്റെ വെളിച്ചം റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ. നോ സാറ്റലൈറ്റ്, എന്തില്ല? സാറ്റലൈറ്റ് ഇല്ല. അടുത്തത് എർത്ത്, ഗ്രീൻ പ്ലാനറ്റ്. എന്താണ്? പച്ചപ്പ് നിറഞ്ഞ പ്ലാനറ്റ്, അതായത് ഗ്രീൻ പ്ലാനറ്റ് എന്നാണ് എന്തറിയപ്പെടുന്നത്? നമ്മുടെ എർത്ത്, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ദേവി അറിയപ്പെടുന്നത്. നമ്മൾ ദേവി എന്നാണല്ലോ വിളിക്കുക ഭൂമിനെ. ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. നമ്മുടെ ഹോൾ സോളർ സിസ്റ്റത്തില് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു പ്ലാനറ്റ്, അത് ഒരേ ഒരു ഗ്രഹമാണ് എന്ത്?
എർത്ത് എന്ന് പറയുന്നത്. മൂൺ ഈസ് സാറ്റലൈറ്റ്. മൂണാണ് എന്ത്? സാറ്റലൈറ്റ്. അടുത്തത് മാർസ്, റെഡ് പ്ലാനറ്റ്. എന്താണ്? നോൺ ആസ് റെഡ് പ്ലാനറ്റ്, ചുവന്ന ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നോക്കുമ്പോൾ ചുവന്ന കളറാണ് കാണാൻ പറ്റുക. സ്റ്റഡി ഓഫ് മാർസ് ബൈ മംഗല്യ. അതാണ് മാർസിന്റെ, അതായത് ചൊവ്വയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മംഗൾയാൻ എന്നാണ്. അത് നിങ്ങൾ പഠിച്ചു നോക്കുക. ബേസിക് സയൻസിനാണെങ്കിലും സോഷ്യൽ സയൻസിനാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് എന്നാണ്. അടുത്തത് ജൂപ്പിറ്റർ, 92 സാറ്റലൈറ്റ്. എത്ര സാറ്റലൈറ്റ് ഉണ്ട്? 92 സാറ്റലൈറ്റ്, 92 സാറ്റലൈറ്റ് ഉണ്ട്. ദി ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ് എന്ത്? ജൂപ്പിറ്റർ. ഏറ്റവും വലിയ പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ. ഗാനിമേഡ് Ganymede is the largest and its satellite. അതായത് ഹോൾ സോളാർ സിസ്റ്റത്തിനകത്തുള്ള സാറ്റലൈറ്റ്സ് മാത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഗാനിമേഡ് ആണ്. ഗാനിമേഡ് എന്തിന്റെ സാറ്റലൈറ്റും കൂടിയാണ്? ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റും കൂടിയാണ്. ജൂപ്പിറ്റർ എന്താണ്? ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. അതുകൊണ്ട് ബന്ധം വന്നെയാണ് അമ്മയും മോളും തമ്മിൽ. ഓക്കെ, അടുത്തത് സാറ്റേൺ, നോൺ ആസ് റിംഗ്ഡ് പ്ലാനറ്റ്. എന്താണ്? റിംഗ് ഉള്ള, അതായത് റിംഗ് ഉള്ള പ്ലാനറ്റ്. അതായത് സാറ്റേണിന്റെ ചുറ്റും, അതായത് ശനീന്റെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ റിംഗ് അല്ലേ, നമ്മൾ വരക്കുമ്പോഴെല്ലാം കാണുന്നില്ലേ? റിംഗ്ഡ് പ്ലാനറ്റ് ആണ് അറിയപ്പെടുന്നത്. ടൈറ്റാൻ ഈസ് സെക്കൻഡ് ലാർജസ്റ്റ് ആൻഡ് ഇറ്റ്സ് സാറ്റലൈറ്റ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഏതാണ്? ഗാനിമേഡ് ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഏതാണ്? സെക്കൻഡ് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഏതാണ്? ടൈറ്റാൻ ആണ്. വിച്ച് ഈസ് ഓൾസോ ദി സാറ്റലൈറ്റ് ഓഫ് സാറ്റേൺ. അതെന്താണ്? ശനിയുടെ സാറ്റലൈറ്റ് കൂടിയാണ്. അടുത്തത് യുറാനസ്. യുറാനസ് മലയാളത്തിൽ യുറാനസ് തന്നെയാണ് പറയാ. തേർഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്, മൂന്നാമത്തെ ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ് യുറാനസ്. കോൾഡസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും തണുപ്പ് കൂടിയ പ്ലാനറ്റ് ആണ് എന്ത്? യുറാനസ്. നെപ്റ്റ്യൂൺ, ഫോർത്ത് ലാർജസ്റ്റ് പ്ലാനറ്റ്. എന്താണ്? നാലാമത്തെ വലിയ പ്ലാനറ്റ്. ദി പ്ലാനറ്റ് ദാറ്റ് ഈസ് ഫർദർ ഫ്രം ദി സൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള പ്ലാനറ്റും കൂടിയാണ് എന്ത്? നെപ്റ്റ്യൂൺ. ഞാൻ വിചാരിച്ചിരിക്കട്ടെ, നമ്മുടെ മെർക്കുറിക്ക് ഓസോൺ പാളി പോലത്തെ പാളി ഉള്ളതുകൊണ്ടാണ് ചൂടില്ലാത്തത്. വീനസ് ഹോട്ടസ്റ്റ് എന്ന് പറഞ്ഞു. ബട്ട് യുറാനസ് കോൾഡസ്റ്റും നെപ്റ്റ്യൂൺ കോൾഡസ്റ്റ് അല്ല. കോൾഡ് ഉണ്ട്, പക്ഷെ യുറാനസിനകത്ത് കോൾഡസ്റ്റ് അല്ല. അതെന്താ? നെപ്റ്റ്യൂൺ അല്ലേ ഏറ്റവും ദൂരെയുള്ള? യുറാനസ് കുറച്ചുകൂടി അടുത്തല്ലേ? അല്ല. അതെന്ത് ചെയ്യാം? നിങ്ങൾ കണ്ടുപിടിച്ച് കമന്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, ഈ സംഭവം നിങ്ങൾ ക്ലിയർ അല്ലേ? ആൻഡ് 2006 പ്ലൂട്ടോ വാസ് പ്ലാനറ്റ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. എപ്പോ മുതലാണ് പ്ലൂട്ടോ ഡ്വാർഫ് പ്ലാനറ്റ് ആയത്, അല്ലെങ്കിൽ എപ്പോ വരെയാണ് പ്ലൂട്ടോ പ്ലാനറ്റ് ആയിരുന്നത്? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വർഷം ആണ് ചോദിക്കുന്നത്. എന്താണ് എഴുതേണ്ടത്? 2006, 2006. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? അല്ല, ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിനകത്ത് വൈ ഡു സ്റ്റാർസ് ട്വിങ്കിൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഓക്കെ, വൈ ഡു സ്റ്റാർസ് ട്വിങ്കിൾ നമുക്ക് നോക്കാലോ. Light emitted from the stars in a straight line is constantly deflected as it passes through the atmosphere. Therefore, the stars seem to twinkle when we look at them from the earth. അതായത് നമ്മൾ ടോർച്ച് ലൈറ്റ് അടിച്ചു, അതിന് മുമ്പിൽ ഒരു മതിലിന്റെ മുകളിലാണ് നമ്മൾ ടോർച്ച് ലൈറ്റ് അടിക്കുന്നത്. ഇവിടെ മതിലാണ്. ഇപ്പൊ ഞാൻ ഇവിടേക്ക് ടോർച്ച് ലൈറ്റ് അടിക്കുകയാണ്. അപ്പൊ ഇവിടെ കൈയാണ്, അല്ലെ മതിലാണെന്ന് കരുത്. മതിലാണ്. ഇപ്പുറത്തൂടെ പോകുന്നത് വളഞ്ഞു പോകുന്നുണ്ടോ ടോർച്ച് ലൈറ്റ്? ഇല്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. അതുപോലെ സ്റ്റാർസിന്റെ ലൈറ്റും എന്താണ്? സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത് അറ്റ്മോസ്ഫിയറിൽ. അത് അറ്റ്മോസ്ഫിയറിൽ സഞ്ചരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ നമ്മുടെ ഓസോൺ പാളി പോലത്തെ പാളികളിൽ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത്, മിറർ റിഫ്ലക്റ്റ് പോലെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആ ഡിഫ്ലക്റ്റിൽ നിന്നാണ് എന്താവുന്നത്? അത് ഞാൻ വീണ്ടും നടക്കുന്ന നമ്മളിങ്ങനെ ട്വിങ്കിൾ ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും നോക്കുമ്പോ. ഓക്കെ, നമുക്ക് നോക്കൂ. ഇവിടെ പേജ് നമ്പർ 164 ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. കോമറ്റ്സ്, ആസ്ട്രോയിഡ്സ്, ഡ്വാർഫ് പ്ലാനറ്റ്, മെറ്റേഴ്സ്, സിഡറൽ മന്ത്. ഇത് നമുക്ക് നോക്കാം. Comets are rare visitors to the solar system. Comets എന്താണ്? rare visitors ആണ്. They are made of rock
റോക്ക്, ഡസ്റ്റ് ആൻഡ് ഐസ്. അവരെന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? റോക്ക്, അതായത് റോക്കുകള്, അതുപോലെ പൊടിപടലങ്ങൾ ഡസ്റ്റ്, അതുപോലെ ഐസ്. They take glowing sunlight as they approach the sun. സണ്ണിന്റെ അടുത്തൂടെ കോമറ്റ്സ് പോകുന്ന സമയത്ത്, കോമറ്റ്സ് ഇങ്ങനെ പോകുന്ന ഒരു സംഭവമാണ്. റെയർ ഇസ്റ്റേഴ്സ് ആണെന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ റെയർ ആയിട്ട്, അതായത് അപൂർവമായിട്ടാണ് ഇവർ വരിക. അപ്പൊ ഇങ്ങനെ സണ്ണിന്റെ അടുത്തൂടെ പോകുമ്പോൾ അവരുടെ ടേസ്റ്റ് ഇങ്ങനെ നല്ല ഗ്ലോ ആയിട്ട് വരും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. കാരണം ഇപ്പൊ തന്നെ ഒരുപാട് മിനിറ്റ്സ് ആയി എനിക്ക് തോന്നുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അടുത്ത പാർട്ടിലിട്. ബൈ.